ഹായ് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ധനുഷ്കോടിയിലാണ്. ഇന്ത്യയിലെ തമിഴ്നാട് സംസ്ഥാനത്തെ രാമേശ്വരം എന്ന ദ്വീപിന്റെ തെക്ക് കിഴക്കേ അറ്റത്തായിട്ടാണ് ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് രാമേശ്വരത്തേക്ക് 18 കിലോമീറ്റർ ആണുള്ളത്. പുരാണ പ്രസിദ്ധമായ രാമേശ്വരമായിട്ടുള്ള ബന്ധം മൂലം ധനുഷ്കോടിയും ഹിന്ദുക്കളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമായിരുന്നു. ഒരു കാലത്ത് വമ്പൻ സിറ്റി ആയിരുന്ന ഒരു സ്ഥലമാണ്. അവിടുത്തെ ഇന്നത്തെ ദയനീയാവസ്ഥയാണ് ഈ കാണുന്നത്. 1964 വീശിയ ഒരു ചുഴലിക്കാറ്റ് അതാണ് എല്ലാം തകർത്ത് വാരിയത്. ഒരുപാട് മനുഷ്യരുടെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ജീവിതവും ഒക്കെയാണ് ഈ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വേദനയോടെയല്ല നമുക്കിത് നോക്കിക്കാണാൻ പോലും പറ്റത്തില്ല കേട്ടോ. മിക്ക അവശിഷ്ടങ്ങളും മണ്ണിന്റെ അടിയിൽ തന്നെയാണ്. ചില അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ റെയിൽവേ സ്റ്റേഷൻ, വാട്ടർ ടാങ്ക്, അതുകൂടാതെ ഹോസ്പിറ്റലിന്റെ കുറച്ച് ഭാഗങ്ങൾ, ഇങ്ങനെയൊക്കെ കുറച്ച് കാണാൻ പറ്റും. അല്ലാതെ ഇവിടെ ഒന്നുമില്ല. പിന്നെ കുറെ ആൾക്കാർ മത്സ്യബന്ധനം നടത്തുന്നുണ്ട്. അത് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിൽ പോകുന്നു. ഇതാണ് ധനുഷ്കോടിയിലെ 100 വർഷത്തിന് മുമ്പുള്ള ഒരു ബോട്ട് കേട്ടോ. നീരാവി ബോട്ടുകൾ അഥവാ സ്റ്റീം ബോട്ടുകൾ ഒരു കാലത്ത് വന്നും പോയി നിന്നോണ്ടിരുന്ന ഒരു ബോട്ടാണ്. ആ ബോട്ടിന്റെ ഇന്നത്തെ അവസ്ഥയാണ്. ഇവിടെ വന്നപ്പോ തന്നെ ഇതിന്റെ അകത്തോട്ട് പ്രവേശനം ഇല്ലെന്ന് പറഞ്ഞാണ് കുറെ സാധനം വെച്ച് ഇങ്ങനെ മറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും നോക്കാതെ കുറെ ആൾക്കാർ പോകുന്നുണ്ട് ഫോട്ടോയും വീഡിയോ എടുക്കാനും കടല് ആസ്വദിക്കാനും. പക്ഷെ ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം കടല് ശാന്തമായിരുന്നു. പക്ഷെ ഇന്ന് ആ ഗതിയൊക്കെ മാറി കേട്ടോ. നിങ്ങൾക്കത് ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും എന്തോരോ അപകടകരമായ അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നതെന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാമെന്നും നിങ്ങളൊന്ന് കണ്ടു നോക്കിയോ. ഇത് കണ്ടിട്ട് ആരും അനുകരിക്കരുത് കേട്ടോ. കുറേ ആൾക്കാർ ഇതൊക്കെ ലംഘിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. ഞങ്ങളും അത് തന്നെ വന്നേക്കുന്നത്. പക്ഷെ അത് ആരും വരാൻ പാടില്ലാത്തതാണ്. അതിനെന്തെങ്കിലും കാരണങ്ങൾ കാണും അങ്ങനെ വരാൻ പാടില്ലെന്ന് പറയാൻ തന്നെ. ഒരു കാലത്ത് വളരെ തിരക്കുള്ള ഒരു പോർട്ടിന്റെ ഭാഗമായിരുന്നു ഈ കടൽപ്പാലം. പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ പോർട്ടൊന്നുമല്ല, ഒരു ചെറിയ പോർട്ട്. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കും ശ്രീലങ്കയിൽ നിന്ന് തിരിച്ചും ഇങ്ങോട്ടും 100 കണക്കിന് ആൾക്കാരെ സഞ്ചരിച്ചിരുന്ന ഒരു തുറമുഖം. ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ ചരക്ക് ഗതാഗതം നടന്നിരുന്ന ഒരു തുറമുഖം ഈ അവസ്ഥയിലേക്ക് ആക്കിയതിന് തന്നെ കാരണം 59 വർഷങ്ങൾക്ക് മുമ്പ് ധനുഷ്കോടിയെ തകർത്ത് തരിപ്പണമാക്കിയ ആ ചുഴലിക്കാറ്റാണ്. ഇവിടെ നിന്ന് മുൻപോട്ട് നടന്നു കഴിഞ്ഞാൽ ആ ദുരന്തത്തിന്റെ അവശേഷിപ്പുകളുമായിട്ട് നിൽക്കുന്ന ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടി പറ്റും. ഇനി ഈ ബോട്ടിന്റെ മിച്ചമായിട്ടുള്ളതാണ് ഈ കാണുന്നത്. കുറച്ച് ഇരുമ്പിന്റെ പീസുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാം. കടൽ ഇങ്ങ വരെ കയറി വന്നതാണ്. ഇവിടെയൊക്കെ നനഞ്ഞിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഇതിന്റെ മുകളിൽ കൂടെ അങ്ങ് കയറി വരുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ വന്നിട്ട് ആ തുമ്പില്ലേ അതിന്റെ അങ്ങേയറ്റത്ത് പോയി നിന്നാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ നേരത്തെ കണ്ടത്. പക്ഷെ ഭയങ്കര അപകടകരമായ അവസ്ഥയിലാണ്. അതൊന്നും ആരും ചിന്തിക്കുന്നില്ല കേട്ടോ. നമുക്ക് ഒന്നും ഓടാൻ പോലും പറ്റത്തില്ല. കടലിന്റെ വെള്ളം കണ്ട, വെള്ളത്തിന്റെ കളറ് ശരിക്കും പറഞ്ഞൊരു നീല കളറ് പോലില്ലേ. ഇത്രയും അടുത്ത് കടല് കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ. എന്നാ ഒരു തിരയാന്ന് നോക്കിയേ, ഏത് സമയം ഇങ്ങോട്ട് കയറി വരാം. അത്രക്ക് പ്രക്ഷുബ്ധമായിട്ട് നിൽക്കുവാണ്. ഇവിടുത്തെ പ്രത്യേകത എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അങ്ങേ തുമ്പത്ത് കടലിലോട്ട് ഉള്ളിലോട്ട് ഇറങ്ങി വന്നിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. അസ്തമയം കാണാം. എന്താ ഭയങ്കര കാറ്റാണ്. നമ്മളെ തന്നെ വലിച്ചോണ്ട് പോവാണ് കാറ്റ്. അത്രയ്ക്ക് അതിശക്തമായിട്ടുള്ള കാറ്റും തിരിയുവാണ് കേട്ടോ. വല്ലാത്തൊരു അനുഭവം. നല്ല രസമൊക്കെ ഉണ്ട് ഇവിടെ നിൽക്കാൻ. പക്ഷെ ഇതാണ് കടല് കൂടുതലുള്ളപ്പോ മാത്രം നമ്മളിങ്ങനെ വന്ന് നിൽക്കല്ലോ. കശ്മീർ ഇപ്പോഴും ഇതൊക്കെ പിടിച്ചൊക്കെ നോക്കുവാണ് കേട്ടോ. പക്ഷെ ഇപ്പോഴും ഭയങ്കര സ്ട്രോങ് ആണത്. ഓരോ സാധനങ്ങളും ഇത്ര വർഷമായിട്ട് ആ ഇരുമ്പിന്റെ ഒക്കെ ആ ഒരു സ്ട്രോങ് ഒന്ന് കാണണം തന്നെ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ സൈഡിൽ ഇരുമ്പൊക്കെ നോക്കി നിന്നപ്പോഴാണ് തസ്മീർ അത് കാണിച്ചു തരുന്നത്.
അത് കണ്ട, നിങ്ങൾ കണ്ട ഒരു പീസ് കിടക്കുന്നത്? ഇതപ്പോ നിന്നോ ഈ പോട്ടിന്റെ ഒരു പീസ് അടന്നു മാറി കിടക്കുവാണ് കേട്ടോ. കടലിങ്ങനെ കേറി ഭയങ്കര ശക്തിയായിട്ട് തിരയും വന്നിട്ട് ആ പീസ് അടത്തി അങ്ങോട്ട് കൊണ്ടുപോയി. എന്തോരം അപകടകരമായ ഇതിലാണ് നമ്മളിപ്പോ നിൽക്കുന്നതെന്ന് നോക്കി. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. മിക്കവരും ഫോട്ടോയും വീഡിയോയും എടുക്കാനും കടലിന്റെ ഭംഗിയൊക്കെ കാണാനുള്ള ആകാംക്ഷയിൽ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. പക്ഷെ ഇത്രയും കാലപ്പഴക്കം ചെന്ന സാധനമല്ലേ. ഒന്നാമത് ചുഴലിക്കാറ്റില് ഇതെല്ലാം ആടി ഉലഞ്ഞ് ദ്രവിച്ച സാധനങ്ങളാണ്. എത്രമാത്രം അപകടകരമായ അവസ്ഥയിലാണെന്ന് ഇതും കൂടെ കാണുമ്പോൾ മനസ്സിലാവും. വേണ്ട, ഭയങ്കരമായിട്ട് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഈ പോട്ട് ഇതിന്റെ ഭാഗങ്ങൾ 2 പീസായേക്കുവാണ്. ഇതിൽ നിന്ന് അങ്ങോട്ട് വിട്ടു മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ കടല് തന്നെ കാണാം. ഭയങ്കര സൗണ്ടും കുലുക്കവും ഉണ്ട്. കടല് ഭയങ്കര ശക്തിയായിട്ട് ഇങ്ങനെ വരുമ്പോ ആ ഒരു പീസ് കടന്ന് ഇങ്ങനെ ഉലഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പം ഭയങ്കരമായിട്ട് കടലിങ്ങോട്ട് കയറി ഭയങ്കര ഇതിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു പീസുമായിട്ട് അങ്ങ് പോത്തില്ലേ. അപ്പൊ നമ്മളൊക്കെ അതിന്റെ പുറത്ത് കയറി നിൽക്കുമ്പോ നമ്മളെ കൊണ്ട് പോത്തില്ലേ അല്ലേ. അത് കണ്ടിട്ട് തന്നെ പേടി വന്നിട്ട് പോയി കേട്ടോ. അപ്പൊ തന്നെ നമ്മൾ അവിടുന്ന് ഓടി, അതിന്റെ അടുത്തുനിന്ന് തന്നെ മാറി കേട്ടോ. ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുവാണ്. ഇത് കണ്ട കടലിന്റെ അവസ്ഥ കണ്ട. കൊറേ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അസ്തമയം കണ്ട, ഇത് കാണാൻ തന്നെ എന്നാ ഒരു ഭംഗിയല്ല. ഇവിടെ നിന്ന് കാണാനൊക്കെ ഒരു ഭാഗ്യം തന്നെ വേണം. അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. കന്യാകുമാരിയിലൊന്നും പോകേണ്ട ആവശ്യമില്ലെന്നാ എനിക്ക് തോന്നുന്നു അസ്തമയം കാണാം. ഇവിടെ നിന്നിട്ട് ലാവിശായിട്ട് കാണാം. എന്തായാലും അത് കണ്ടപ്പോ തന്നെ പേടിച്ച് ഒരു പരിവായി. ജീവൻ പോയില്ലെന്നേ ഉള്ളു. നേരെ ഇങ്ങനെ നടന്ന് ഫ്രണ്ടിലോട്ട് തന്നെ വന്നു കേട്ടോ. ഇവിടെ ആകുമ്പോ ഓടിയെങ്കിലും രക്ഷപ്പെടാം. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ ഉള്ളതുകൊണ്ടാണ് അവര് ഇതുപോലെയൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. ഒരു ബോർഡ് വെക്കുന്നത് നല്ലതായിരുന്നു. ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്നതല്ലേ. ഡേഞ്ചർ സോണെന്ന ഒക്കെ ഉള്ള ഈ ഇങ്ങനെയുള്ള അപകടകരമായ അവസ്ഥയിൽ കടലിൽ നിൽക്കുമ്പം അങ്ങനെ വെക്കണം. അല്ലെങ്കിൽ ഒരു ലൈഫ് ഗാർഡിനെങ്കിലും ഇവിടെ നിയമിക്കണം, ഇങ്ങോട്ട് കടത്തി വിടാതിരിക്കാൻ വേണ്ടി. അതൊന്നുമില്ല, അറിയാതെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ പോവും. അത് സാധാരണ ഒരു ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. കടൽ ഈ ഒരു അവസ്ഥ ഇതുപോലെ നിൽക്കുമ്പോഴാണ് പോകുന്നതെങ്കിൽ പണിയും മേടിക്കും. എന്തായാലും ഈ ധനുഷ്കോടി വരുന്നവരെല്ലാരും ഇവിടെ ഓരോ സ്ഥലത്തും കയറി കയറി കണ്ടാണ് പോകുന്നത്. ഇവിടെയൊക്കെ മണ്ണിന്റെ അടിയിലൊക്കെ കുറെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കിടപ്പുണ്ട്. ഇവിടെയൊക്കെ കുറെ കടകളൊക്കെ ഉണ്ട്. കടയിലൊക്കെ ഈ കക്കയും ചിപ്പിയും മുത്തുകളും ഇതിന്റെയൊക്കെ കടകളാണ്. ഇതൊക്കെ വാങ്ങിക്കുവാണെങ്കിൽ ഇവിടെ വരുമ്പോ വാങ്ങിക്കുക. അതൊക്കെ നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ. ദേവകൂട്ടൊക്കെ മാറി കുറെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. കൂടാതെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും കറണ്ട് ഇല്ല, വെള്ളമില്ല. ഒരിക്കലും ജനങ്ങളും വീടും പഴയ പോലുള്ള അവസ്ഥയൊന്നും വരാൻ പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മത്സ്യബന്ധനം നടത്തുന്നുണ്ടെന്ന്. ഫ്രഷ് മീനെ കിട്ടും, വില കുറച്ചും കിട്ടും. അപ്പം ഈ കക്കയുടെ കടകൾ പോലെ തന്നെ കണ്ടില്ലേ, ധാരാളം കടകൾ കുറെ പേര് ഇരിപ്പുണ്ട് കേട്ടോ. റോഡിന്റെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ അത് ഫ്രഷ് മീനുമായിട്ടാണ് അവർ ഇരിക്കുന്നത്. നമ്മളെ ഉണ്ണാൻ വേണ്ടി എല്ലാവരും കൈയാട്ടി ഇങ്ങനെ അക്കന്മാര് വിളിച്ചുകൊണ്ടിരിച്ചു. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. ധൈര്യമായിട്ട് കയറി നിങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചു. വിലയും കുറവാണ്. നമ്മുടെ നാടിനെക്കാട്ടി പകുതി പൈസയ്ക്ക് നല്ല അടിപൊളി ഫിഷൊക്കെ കഴിക്കാൻ പറ്റും. നല്ല ഫ്രഷ് ഫിഷാണ്, വിശ്വസിച്ച് വാങ്ങിച്ചു കഴിക്കാൻ. അത്യാവശ്യം നല്ല ഊണാണ്. ഞങ്ങൾ ഒരു കടയിൽ നിന്ന് കഴിച്ചു, ശ്രീവിനായക എന്ന് പറഞ്ഞ കടയിൽ നിന്ന്. ഇതിന് തൊട്ടടുത്ത കട. ഈ പോട്ട് നിങ്ങൾ വരുവാണെങ്കിൽ പോട്ട് നോക്കണം. ആ പോട്ടിന്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് ആ കട കേട്ടോ. എന്തായാലും തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയധികം ടേസ്റ്റുള്ള ഫുഡ് കിട്ടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റിയത് തന്നെ അവിടുന്ന് കഴിച്ചപ്പോഴാണ്. അധികം വിലയുമില്ല, ലാവിഷായിട്ട് ഫിഷ്, നമ്മൾ പറയുന്ന ഫിഷ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്ത് ഒരു പറയുന്ന രീതി കുക്ക് ചെയ്ത് തരും. സൂപ്പറായിരുന്നു. 2 ദിവസം വന്ന് ഞങ്ങൾ അവിടുന്ന് കഴിച്ചു. പിന്നെ വരുന്നവരെന്തായാലും പിന്നീട് വരുന്നവർ അവിടെ തന്നെ വരുത്തുള്ളൂ. അത്രയ്ക്ക് കൈപ്പുണ്യമാണ്. പിന്നെ വൃത്തിയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. നമ്മൾ ധനുഷ്കോടിയിലും തമിഴ്നാട്ടിലും ഒക്കെ വന്നിട്ട് ഇത്രയും വൃത്തിയുള്ള ഒരു സ്ഥലം കണ്ടിട്ടില്ല. മിക്കതും വാഷ് ബേസിൻ കഴുകത്തില്ല, കൈ കഴുകുന്ന വെള്ളത്തിലഴുക്കായിരിക്കും. ഇത് പറയാതിരിക്കാൻ വയ്യ. നല്ല അടിപൊളി വൃത്തിയുമാണ്.
നല്ല അടിപൊളി വെള്ളമൊക്കെയാണ് കയ്യും വായൊക്കെ കഴുകാൻ വേണ്ടി തന്നത്. ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് ഇവിടെ വന്നിട്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നതും നല്ല വൃത്തിയോടുകൂടി കഴിക്കുന്നത്. കൂടാതെ കറണ്ടും വെള്ളമൊന്നും ഇല്ല. അവരൊക്കെ രാവിലെ വന്ന് ഇതുപോലെ കട തുറക്കും, ഫുഡൊക്കെ ഉണ്ടാക്കും, അതിനുശേഷം 5 മണിയാകുമ്പോൾ അടച്ചിട്ടുണ്ട്. പിന്നെ കുറെ ആൾക്കാർ കറണ്ടും വെള്ളവും ഇല്ലാതെ താമസിക്കുന്നവരുണ്ട്, മത്സ്യത്തൊഴിലാളികൾ, കുഞ്ഞു കുഞ്ഞു ചെറ്റക്കുടിൽ. അതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ ടാറ്റാ ബൈ ബൈ, സീ യു.